നീന പ്രസാദിന്റെ നൃത്തപരിപാടി തടസ്സപ്പെടുത്തിയതിൽ ജില്ലാ ജഡ്ജിക്കെതിരെ പ്രതിഷേധം. കലാകാരന്മാരുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. അല്പസമയത്തിനകം ജഡ്ജി കലാം പാഷയുടെ വസതിക്ക് മുന്നിൽ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, തുടരുകയാണല്ലോ അദ്ദേഹത്തിനെതിരായുള്ള പ്രതിഷേധം. ഇന്ന് ആരൊക്കെയാണ് പുറത്ത് ഇറങ്ങിയിരിക്കുന്നത്? സനീഷ്, നീന പ്രസാദിന്റെ നൃത്തപരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നത്. ഇന്നിപ്പോൾ പാലക്കാട് ജില്ലയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയിലാണ് അല്പസമയം മുമ്പ് പാലക്കാട് പ്രതിഷേധ പരിപാടി നടന്നിട്ടുള്ളത്. പാലക്കാട് ചെമ്പൈ കോളേജിൽ നിന്നും അഞ്ചുവിളക്കിലേക്കാണ് ഈ മാർച്ച് നടക്കുക. അവിടെ പ്രതിഷേധ കൂട്ടായ്മ നടക്കും. അതോടൊപ്പം തന്നെ യുവമോർച്ച അല്പസമയത്തിനകം ജില്ലാ ജഡ്ജിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസങ്ങളിലും പ്രതിഷേധ പരിപാടികൾ പാലക്കാട് നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഒട്ടാകെ ഉയർന്നിട്ടുള്ളത്. അതോടൊപ്പം PTA ഇന്ന് മോയൻ LP സ്കൂളിൽ നിശ്ചയിച്ചിരുന്ന പരിപാടിയിലും ശബ്ദ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിലും വലിയ തോതിലുള്ള പ്രതിഷേധം PTAയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. ശരി, നന്ദി പ്രസാദ് വിവരങ്ങൾക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. അടുത്ത ബുള്ളറ്റിനിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഈ MP-മാർ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായുള്ള പ്രതിഷേധ സമരം പാർലമെന്റിന് മുന്നിൽ നടത്തിയിരുന്നു. MP-മാർ മാത്രം. പക്ഷേ അവർക്കെതിരെ പോലീസ് അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം അവിടെ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒപ്പം നാട്ടിൽ നടക്കുന്ന സമരങ്ങളുടെ വിവരങ്ങളിലേക്കും എത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.